എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. യുഎസ്എക്കെതിരായ വിജയത്തോടെ സൂപ്പർ 8 ഉറപ്പിച്ചതിന് ശേഷം രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യ കാനഡയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രി 8 മണി മുതലാണ് മത്സരം ആരംഭിക്കുക. യുഎസ്എയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യയുടെ അവസാന മത്സരമായതിനാൽ ഇതുവരെ അവസരം കിട്ടാത്തവരെ പരീക്ഷിക്കും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കഴിഞ്ഞ എല്ലാ കളികളും വിജയിച്ച് മികച്ച ഫോമിൽ നിൽക്കുന്ന ഇന്ത്യ കാനഡയുമായിട്ടും വിജയിച്ച് ആ ആത്മവിശ്വാസത്തോടെ സൂപ്പർ 8 മത്സരങ്ങൾ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ മറുവശത്ത് യുഎസ്എയോട് തോൽവി നേടിയാണ് കാനഡ ടൂർണമെന്റ് തുടങ്ങിയത്. അതിനുശേഷം പാകിസ്ഥാനോട് വഴങ്ങിയ തോൽവിയും കാനഡയെ സൂപ്പർ 8-ൽ എത്താതെ തടഞ്ഞു. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വന്നാൽ ഇന്ത്യ പ്രധാനമായും നേരിടുന്നത് വിരാട് കോഹ്ലിയുടെ ഫോമാണ്. T20 ലോകകപ്പ് 2024 ടൂർണമെന്റിൽ പ്രവേശിക്കുമ്പോൾ വിരാട് കോഹ്ലി ഓപ്പണറായി മികച്ച ഫോമിലായിരുന്നു. 150-ലധികം സ്ട്രൈക്ക് റേറ്റോടെ ആർസിബിക്ക് വേണ്ടി IPL 2024-ൽ അദ്ദേഹം 700-ലധികം റൺ സ്കോർ ചെയ്തു. എന്നാൽ ലോകകപ്പിൽ കളിച്ച 3 മത്സരങ്ങളിലും കോഹ്ലിക്ക് നല്ല സ്കോറുകൾ ഒന്നും നേടാൻ സാധിച്ചില്ല. കാനഡയ്ക്കെതിരായ ഇന്ത്യയുടെ T20 ടൂർണമെന്റിലെ ഫൈനൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണ് ഇന്ന്. നിർണായകമായ ഒരു ദൗത്യമാണ് ഇന്ത്യൻ ടീമിന് മുന്നിലുള്ളത്. അത് അവരുടെ ബാറ്റിംഗ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാനഡയ്ക്കെതിരെ കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിരാട് കോഹ്ലിക്ക് പകരം യശസ്വി ജയ്സ്വാളിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ്. അതുപോലെ മറ്റൊരു വലിയ മാറ്റം എന്നത് മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ എത്തുന്നു എന്നതാണ്. ബംഗ്ലാദേശിനെതിരായ വേൾഡ് കപ്പ് സന്നാഹ മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി സഞ്ജു സാംസൺ തുടങ്ങിയിരുന്നുവെങ്കിലും തന്റെ മുദ്ര പതിപ്പിക്കാനായില്ല. അതിനുശേഷം രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ ഇന്ത്യൻ ടീമിൽ ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല. യുഎസ്എക്കെതിരെ നിർണായകമായ 31 റൺസ് നേടിയ ശിവം ദുബെയ്ക്ക് വിശ്രമം നൽകി കാനഡയ്ക്കെതിരായ മത്സരത്തിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ടീം തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് വേണ്ടത്ര റൺസോ വിക്കറ്റോ ലഭിക്കാത്തതിനാൽ രവീന്ദ്ര ജഡേജയ്ക്ക് വിശ്രമം നൽകി പകരം പ്രീമിയർ സ്പിന്നർ കുൽദീപ് യാദവിനെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇനി നമുക്ക് ഇന്ത്യ കാനഡ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ഋഷഭ് പന്ത് ഇറങ്ങും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തും. 5-ാമനായി സഞ്ജു സാംസണും എത്തും. 6-ാം നമ്പറിലായി ഹാർദിക് പാണ്ഡ്യ ഇറങ്ങും. ഇനി ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തും. കൂടാതെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ് എന്നിവരും ഉണ്ടാകും. എന്തായാലും മികച്ച ഒരു ടീം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കാനഡയുമായും ഇന്ത്യക്ക് അനായാസം വിജയിക്കാൻ കഴിയും. ഇതേ ഫോമിൽ തന്നെ ഇനിയും തുടർന്നാൽ എന്തായാലും സൂപ്പർ 8-ലും മത്സരങ്ങൾ വിജയിച്ച് ലോകകപ്പ് നേടാൻ ഇന്ത്യക്ക് ആകും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.